ഈ രക്ഷാദൗത്യത്തെ പറ്റി ചോദിക്കാൻ പറ്റിയ ഒരാൾ തന്നെ നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള നമുക്കൊപ്പമുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഈ ദൗത്യത്തിന് ഒരു ഏകോപന ചുമതലയും ഒരു തലവനുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നമുക്ക് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്നതാണ് പൊതുവെ ഉയരുന്ന വിമർശനം. ഈ 7ാം ദിവസത്തിലേക്ക് രക്ഷാദൗത്യം എത്തുമ്പോൾ സൈന്യം എത്തിയിട്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ എന്ന ചോദ്യമൊക്കെ പൊതുജനം ചോദിക്കുന്നുണ്ട്. പക്ഷേ സൈന്യത്തെ വിളിച്ചത് എപ്പോഴാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ രക്ഷാദൗത്യത്തിന് എന്താണ് സംഭവിക്കുന്നത്? സുജയ, നേരത്തെ മുതൽ തന്നെ ഞാൻ ഇന്നലെയൊക്കെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നാഥനില്ല കളരി എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. ഇന്നലെ മാത്രമാണ് 7ാമത്തെ ദിവസമായിട്ട് ഇന്നലെ മാത്രമാണ് ഒരു ദിവസത്തെങ്കിലും എഫക്റ്റീവായി ഒരു വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. അതായത് നമ്മൾ ആദ്യമൊക്കെ അതായത് മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത് പുറം ലോകം ഈ രീതിയിലെങ്കിലും അറിയുകയും ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്തതെന്നുള്ളതും മീഡിയ വർക്കിനെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള മീഡിയകളെ നമ്മൾ അവരുടെ വർക്കിനെ ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് വന്നിരിക്കുന്ന ഇതിനകത്തെ പ്രശ്നങ്ങൾ വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആണെങ്കിൽ ഇങ്ങനെ നടക്കില്ല, അത് തീർച്ചയായിട്ടും നടക്കില്ല. അതിൻ്റെ കാരണം ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ തന്നെയല്ല, ബിക്കോസ് ഓഫ് ലോക്കൽ സപ്പോർട്ട്. ഞാൻ എല്ലായ്പ്പോഴും പറയും, ഏതൊരുവിധ ആക്ഷൻ, മിലിറ്ററി ആക്ഷൻ ആണെങ്കിൽ പോലും അത് 100% സക്സസ് ആകണമെങ്കിൽ ലോക്കൽ സപ്പോർട്ട് മസ്റ്റാണ്. ആ ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവിടെ നിന്ന് ഉള്ള ഒരു പ്രശ്നമാണ് നടന്നിട്ടുള്ളത്. ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാവിധ ഡിസാസ്റ്ററുകളും അതായത് അത് ടൈം ബീയിങ് ആയിട്ടും ലൈഫ് സേവിങ് ആയി നടന്നിട്ടുള്ളത് ആൾക്കാർ, ലോക്കൽസ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മൾ ആ രീതിയിൽ വന്നതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ, അതായത് കർണാടകത്തിലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ച് നോക്കൂ സുജയ പ്ലീസ്. ദെൻ യു വിൽ കം ടു നോ വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ദെയർ. ബിക്കോസ് അവിടെ ചീഫ് മിനിസ്റ്ററും എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും സെക്രട്ടറിമാരും ഹോണററി സെക്രട്ടറിമാരും എല്ലാവരുമാണ് അതിൻ്റെ ഇൻചാർജുകൾ. സ്റ്റേറ്റ് ഒരു പെർട്ടിക്കുലർ, അതായത് അവിടുത്തെ ജില്ലയിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കളക്ടർ ആണ് അതിൻ്റെ ഇൻചാർജ്. അപ്പം ആ ആളിൻ്റെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ നടന്നതായിട്ട് നമുക്കറിയത്തേയില്ല ഒരു കാരണവശാലും. അതുപോലെ എല്ലാവരും ഡിഫൻസിൻ്റെ, അതായത് സൈന്യത്തിനെ വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. ഈ സൈന്യത്തിനെ വിളിക്കുന്നതിനകത്ത് 1-2 കാര്യം മാത്രം ഞാൻ പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു. കാര്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ആർമി, ആ ഇന്ത്യൻ ആർമിയിൽ ആർമി ആക്റ്റും ആർമി റൂളും അതുപോലെ തന്നെ എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു മാനുവലുണ്ട്. അതായത് പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഇൻ അഡീഷൻ ടു ദാറ്റ് നാഷണൽ ഡിസാസ്റ്റർ, ഈ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യാൻ ആർമിയുടെ സ്ട്രക്ചർ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് അന്ന് എഴുതി വെച്ചതാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം അന്ന് എഴുതി വെച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ സൂപ്രണ്ടൻറ്റൻറ്റ് ഓഫ് പോലീസ് ഒരു നിയർ ബൈ ആർമി ലൊക്കേഷനിൽ റൈറ്റിങ്ങിൽ എഴുതി കൊടുക്കുക, പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന്. അപ്പോൾ തന്നെ ഒരു ബ്രിഗേഡ് കമാൻഡറിൽ താഴെ മേളിലുള്ള ഒരാൾക്ക് ഡിസിഷൻ എടുത്ത് ഇമ്മീഡിയറ്റായിട്ട് അതിന് പ്രതികരിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴും സിസ്റ്റത്തിൽ മാറ്റം വന്നിട്ടില്ല. ബട്ട് ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പിസം, അവിടെയാണ് ഇവിടെ പ്രശ്നം വന്നിട്ടുള്ളത്. അവിടെ വന്നിരിക്കുന്നത് കാരണം ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ സംഭവിച്ചിട്ടുള്ള ലാപ്സസിനെ കുറിച്ചാണ്. ഇവിടെ ഈ രക്ഷാദൗത്യത്തിൽ സൈന്യത്തെ വിളിക്കുന്നത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ബലഗാവിയിലുള്ളത് നമ്മുടെ ഒരു ഇൻഫൻട്രി യൂണിറ്റ് അല്ലേ, ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റ് തന്നെ വേണം. അതും എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവേഴ്സിൽ തന്നെ ആവശ്യപ്പെടേണ്ടതല്ലേ എഞ്ചിനീയറിംഗ് യൂണിറ്റ് വരണം. കാരണം മണ്ണ് നീക്കണം, മണ്ണിനടിയിൽ പരിശോധിക്കണം, പുഴയ്ക്കുള്ളിൽ പരിശോധിക്കണം. അതിനാവശ്യമായ സന്നാഹങ്ങളുള്ള യൂണിറ്റിനെ തന്നെയല്ലേ സ്റ്റേറ്റ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? സംസ്ഥാനം അത് ചെയ്യേണ്ട സമയത്താണോ ചെയ്തത്? അല്ല, തീർച്ചയായിട്ടുമല്ല. കാരണം എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഇന്ത്യയിലുള്ളത്. ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് BEG, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG, അതുപോലെ തന്നെ ബംഗാൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് റൂർക്കി. ഈ 3 ഗ്രൂപ്പാണ് എഞ്ചിനീയേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ടാസ്ക്. ലക്ലി, അതായത് ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ എന്ന് പറയുന്നതിൻ്റെ ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂരാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് അത് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ, സുജയ, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിഷ്യലി വളരെയധികം ലാഘവത്തോടെയാണ് ഈ സംഭവത്തെ അവർ കണ്ടത്.
അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എല്ലായിടത്തു നിന്നും ഇങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ക്രൈ വന്നതുകൊണ്ടാണ് അവർക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ കണ്ടല്ലോ, സാധാരണ അതായത് ഒരു സർക്കാർ ഓഫീസിലെ മാതിരി നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് രാവിലെ 9 മണിക്ക് 4 ടിപ്പർ അല്ലെ 2 ടിപ്പറിലും കൊണ്ടുവന്ന് മണ്ണ് മാറ്റി റോഡ് ക്ലിയർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആദ്യത്തെ 3 ദിവസം കണ്ടിട്ടുള്ളത്.